Hello, I am Rehna. Welcome to new video. In the last class, we started the first module of surveying 1. Today, this is a continuation of first module. So, let's start. റെക്കനൈസൻസ് സർവേ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സർവേ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ സർവേയർ ആ ഒരു ഏരിയയിലൂടെ വാക്ക് ചെയ്തിട്ട് അവിടെയുള്ള പ്രൊഡോമിനൻ്റ് ഫീച്ചേഴ്സ്, അതുപോലെ ഏതൊക്കെ പോയിന്റിലാണ് സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യേണ്ടത്, സർവേ ലൈൻസ് എവിടേക്കാണ് കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യും. എന്നിട്ടൊരു റെഫറൻസ് സ്കെച്ച് തയ്യാറാക്കും. ഈ ഒരു പ്രോസസ്സാണ് റെക്കനൈസൻസ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റേഷൻസുകളുടെ പോയിൻ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് അത് തമ്മിലുള്ള ഇൻ്റർവിസിബിലിറ്റി ഓഫ് സ്റ്റേഷൻസ് പോസിബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ നാച്ചുറൽ ഫീച്ചേഴ്സ്, പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേറെ എന്തൊക്കെയാണുള്ളത് അങ്ങനത്തെ ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ബിൽഡിങ്സിൻ്റെയൊക്കെ പൊസിഷൻസ് ഫിക്സ് ചെയ്യുക. പിന്നെ വേറെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സർവേ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് എറേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതും അതിൻ്റെ പോസിബിളായിട്ടുള്ള സൊല്യൂഷൻസൊക്കെ തിങ്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു റെക്കനൈസൻസ് സർവേയിൽ ചെയ്യുന്നത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദി ആക്ച്വൽ സർവേ മെഷർമെൻറ്റ്സ്, ദ സർവേയർ ഷുഡ് വാക്ക് അറൗണ്ട് ദ ഏരിയ ടു ഫിക്സ് ബെസ്റ്റ് പൊസിഷൻസ് ഓഫ് സർവേ ലൈൻസ്, സർവേ സ്റ്റേഷൻസ്. During reconnaissance, a reference sketch of the ground should be prepared and general arrangements of lines, principal features such as buildings, roads, etc. should be shown. Before selecting the stations, the surveyor should examine the intervisibility of stations and should note the positions of buildings, roads, streams, etc. He should also investigate the various difficulties that may arise and think of their solutions. ഇതാണ് റെക്കറൻസ് സർവേ എന്ന് പറയുന്നത്. Next topic is units of measurements. There are 4 kinds of measurements used in plane surveying: horizontal distance, vertical distance, horizontal angle and vertical angle. നമ്മൾ പ്ലെയിൻ സർവേയിൽ 4 kinds of measurements ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉണ്ട്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ. ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. അതായത് നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബേസിക് യൂണിറ്റുകളാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് യൂണിറ്റുകൾ, സെക്കൻഡ് കോളത്തിൽ മെട്രിക് യൂണിറ്റുകൾ. അതായത് ഇപ്പോൾ 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1 ഫൂട്ടാണ്. അതുപോലെ 1 യാർഡ് എന്ന് പറഞ്ഞാൽ 3 ഫീറ്റുകളാണ്. അതുപോലെ 6 ഫീറ്റാണ് 1 ഫാദം എന്ന് പറയുന്നത്. 1 മൈൽ എന്ന് പറഞ്ഞാൽ 8 ഫർലോങ്സ് ആണ്. അതുപോലെ 6080 ഫീറ്റാണ് 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അതുപോലെ 1 നോട്ടിക്കൽ മൈൽ മീറ്റേഴ്സിൽ പറയുകയാണെങ്കിൽ 1852 മീറ്റേഴ്സ്. അതുപോലെ മില്ലിമീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ്, ഡെസിമീറ്റേഴ്സ്, അതിൻ്റെ യൂണിറ്റുകൾ, അതൊക്കെയാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ലെങ്ത്തുകൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബേസിക് യൂണിറ്റുകളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൺവേർഷനുകളാണ്. അതായത് മീറ്റേഴ്സ്, യാർഡ്സ്, ഫീറ്റ് ആൻഡ് ഇഞ്ചസ്, അത് തമ്മിലുള്ള കൺവേർഷനാണ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഫിഗറിൽ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് കിലോമീറ്റേഴ്സ്, നോട്ടിക്കൽ മൈൽസ്, മൈൽസ്, അത് തമ്മിലുള്ള കൺവേർഷനാണ് സെക്കൻഡ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് ഓഫ് ഏരിയ ആണ്. ബേസിക് യൂണിറ്റ്സ് ഫോർ ഏരിയ ആണ് ഫസ്റ്റ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏരിയ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകളാണ് ഫസ്റ്റ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് യൂണിറ്റുകളും സെക്കൻഡ് കോളത്തിൽ മെട്രിക് യൂണിറ്റുകളും ഉണ്ട്. ദെൻ സെക്കൻഡ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൺവേർഷനാണ്. സ്ക്വയർ മീറ്റേഴ്സ്, സ്ക്വയർ യാർഡ്സ്, സ്ക്വയർ ഫീറ്റ് ആൻഡ് സ്ക്വയർ ഇഞ്ചസ്, അത് തമ്മിലുള്ള കൺവേർഷനാണ് സെക്കൻഡ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ സ്കെയിൽ. സ്കെയിൽ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ലാർജ് ഡിസ്റ്റൻസസ് ഓൺ ദി പേപ്പർ. ലാർജ് ഡിസ്റ്റൻസ്, ഗ്രൗണ്ടിലുള്ള ലാർജ് ഡിസ്റ്റൻസുകൾ നമ്മൾ പേപ്പറിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാനാണ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. The ratio by which the actual length of the object is reduced or increased in the drawing is known as scale. അതായത് ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, ഗ്രൗണ്ടിലുള്ള ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ റെഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യും. അതിനാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയാം. അതായത് ഇപ്പോൾ ലാർജർ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് സ്കെയിലാണ് ഡ്രോ ചെയ്യുക. അതുപോലെ ഒരു സ്മോളർ ഡിസ്റ്റൻസിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനാണെങ്കിൽ അതിനൊന്ന് എൻലാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്കെയിലിലേക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്, സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പേപ്പറിൽ റെപ്രസെൻ്റ് ചെയ്യുക. ആണ്
actual length of the object is reduced or increased in the drawing is known as scale. Example ആയിട്ട് if 1 centimeter on the map represents 10 meters on the ground, then the scale of the map is said to be 1 centimeter is equal to 10 meter. അതായത് നമുക്ക് ഗ്രൗണ്ടിൽ ഒരു 10 മീറ്ററിലുള്ള ഒരു ലൈൻ ഉണ്ട്, അത് നമുക്ക് പേപ്പറിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 10 മീറ്റർ നമുക്ക് പേപ്പറിൽ വരക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടാണ് വരക്കുക. അതിപ്പോൾ 10 മീറ്റർ എന്നുള്ളതിന് നമ്മളൊരു 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 10 മീറ്റർ. അതാണ് ആ ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ്: പ്ലെയിൻ സ്കെയില്, ഡയഗണൽ സ്കെയില്, കോഡ് സ്കെയില്, വെർണിയർ സ്കെയില് എക്സെട്ര. പ്ലെയിൻ സ്കെയിൽ പറഞ്ഞാൽ നമ്മൾ ഓൺലി 2 മെഷർമെൻറ്റ്സ് അതാണ് അതിൽ റീഡ് ചെയ്യാൻ കഴിയുക. പിന്നെ ഡയഗണൽ സ്കെയിൽ പറഞ്ഞാൽ 3 യൂണിറ്റ്സ് മെഷർ ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ഡയഗണൽ സ്കെയിൽ എന്ന് പറയാം. അതായത് മീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ്, ഡെസിമീറ്റേഴ്സ് അങ്ങനെയൊക്കെ. ദെൻ കോഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആംഗിൾ മെഷർ ചെയ്യുന്നതിനാണ്. ദെൻ വെർണിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെൻറ്റ് നമ്മൾ വെരി ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ വെർണിയർ സ്കെയിൽ യൂസ് ചെയ്യുക. അതിലൊരു പ്രൈമറി സ്കെയിലും ഉണ്ടാവും, ഒരു വെർണിയർ സ്കെയിൽ മൂവബിൾ ആയിട്ടുള്ളൊരു വെർണിയർ സ്കെയിലും ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ അക്യുറേറ്റ് ആയിട്ടൊരു സാധനം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർണിയർ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. Chain surveying. Chain surveying is the type of surveying in which only linear measurements are taken in the field. This type of surveying is suitable for smaller areas. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് സർവേയിങ്ങിൽ ഓൺലി ലീനിയർ മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ ഇൻ ദ ഫീൽഡിൽ നമ്മൾ ഓൺലി ലീനിയർ മെഷർമെൻറ്റ്സ് മാത്രമാണ് എടുക്കുന്നത്. അതുപോലെ ഇത് യൂസ് ചെയ്യുന്നത് ഫോർ സ്മോളർ ഏരിയാസിന് വേണ്ടിയിട്ടാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് നമ്മൾ ഓൾസോ കോൾഡ് ചെയിൻ ട്രയാങ്കുലേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ്ങിനെ നമ്മൾ ചെയിൻ ട്രയാങ്കുലേഷൻ എന്നാണ് പറയാം. ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് എ സ്കെൽട്ടൺ ഓർ ഫ്രെയിംവർക്ക് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പർ ഓഫ് കണക്റ്റഡ് ട്രയാങ്കിൾസ്. ആസ് ട്രയാങ്കിൾ is the only simple figure that can be plotted from lengths of its sides measured in the field. നമുക്ക് ഫീൽഡിൽ ലെങ്ത്തുകൾ മെഷർ ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന സിമ്പിൾ ഫിഗറിനെയാണ് ട്രയാങ്കിൾ എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കണക്റ്റഡ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സർവേ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ആ കണക്റ്റഡ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സർവേ ചെയ്യുന്നതിനാണ് നമ്മൾ ചെയിൻ ട്രയാങ്കുലേഷൻ എന്ന് പറയുക. അതാണ് ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. To get good results in plotting, the framework should consist of triangles which are as nearly as equilateral as possible. അതായത് നമുക്ക് ഗുഡ് റിസൾട്ടുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് കഴിയുന്നത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സർവേയിൽ ഗുഡ് റിസൾട്ട് കിട്ടുകയെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ചെയിൻ സർവേയിങ്. ചെയിൻ സർവേയിൽ നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. അതുപോലെ ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ചെയിൻ ട്രയാങ്കുലേഷനാണ്. നമ്മൾ ട്രയാങ്കിൾസ് ആയിട്ട് കണക്റ്റഡ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അത് ട്രയാങ്കിൾ ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത്തുകൾ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് വരക്കാൻ പറ്റുന്ന സിമ്പിൾ ഫിഗർ എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്. അതുകൊണ്ടാണ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ ആ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കണം. അപ്പോഴാണ് നമുക്ക് സർവേയിൽ ഗുഡ് റിസൾട്ടുകൾ കിട്ടുക. അതാണ് ചെയിൻ സർവേ എന്ന് പറയുന്നത്. ദെൻ ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്ന ടൂൾസാണ് ചെയിന്, ടേപ്പ്, റേഞ്ചിങ് റോഡ്, ആരോസ്, ക്രോസ് സ്റ്റാഫ്സ് എക്സെട്ര. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ചെയിൻ ഉണ്ട്, അതുപോലെ റേഞ്ചിങ് റോഡുകൾ, ആരോസ്, ഇതൊക്കെയാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയിൻസും ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേപ്സും ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെയിൻസ് എന്ന് പറയുമ്പോൾ അതിൽ മെട്രിക് ചെയിൻസ്, ഗണ്ടേഴ്സ് ചെയിന്, എഞ്ചിനീയേഴ്സ് ചെയിന്, റവന്യൂ ചെയിന്, സ്റ്റീൽ ബാൻഡ് ഓർ ബാൻഡ് ചെയിന്. മെട്രിക് ചെയിനുകൾ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ചെയിനുണ്ട്, 30 മീറ്റർ ചെയിനുണ്ട്. ദെൻ ഗണ്ടേഴ്സ് ചെയിന് 66 ഫീറ്റാണ്, 100 ലിങ്ക്സ് ഉണ്ടാവും. എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ 100 ഫീറ്റാണ്, 100 ലിങ്ക്സ് ഉണ്ടാവും. റവന്യൂ ചെയിൻ എന്ന് പറഞ്ഞാൽ 33 ഫീറ്റാണ്, 16 ലിങ്ക്സ്. ദെൻ സ്റ്റീൽ ബാൻഡ് ഓർ ബാൻഡ് ചെയിൻ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേപ്സ് എന്ന് പറഞ്ഞാൽ ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്, മെറ്റാലിക് ടേപ്പ്, സ്റ്റീൽ ടേപ്പ്, ഇൻവാർ ടേപ്പ് എക്സെട്ര. അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേപ്സ് എന്ന് പറയുന്നത്. ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു 30 മീറ്റർ ചെയിനാണ്. അതിൽ 2 എൻഡിലും ഓരോ ഹാൻഡിലുകളുണ്ട്. ദെൻ ഓരോ മീറ്ററുകൾ കഴിയുമ്പോഴും അതിലൊരു ബ്രാസ് റിങ് ഉണ്ടാവും. ആ ബ്രാസ് റിങ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ മീറ്റർ ലെങ്ത്തുകളെയാണ്. ദെൻ ഓരോ 5 മീറ്ററിൽ, 10 മീറ്ററിൽ, 15 മീറ്ററിലൊക്കെ ഓരോ ടാലികളുണ്ട്.
അതിൽ 5 മീറ്ററിൽ കാണിച്ചിട്ടുള്ള ടാലി ഉണ്ട്, അതുപോലെ 10 മീറ്ററിലുണ്ട്, 15 മീറ്ററിലുണ്ട്, അങ്ങനെ. പിന്നെ അത് 15 കഴിഞ്ഞാൽ പിന്നെ അതേ സാധനം തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത്. അത് 5-ലുള്ള അതേ ടാലി തന്നെയാണ് 25-ലുണ്ടാവുക, 10-ലുള്ള അതേ ടാലി തന്നെയാണ് 20-ലുണ്ടാവുക, അതുപോലെ 15-ൽ മാത്രം ഒരു സെപ്പറേറ്റ് ടാലി. അപ്പോൾ അതായത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് അതിനെ പറയുന്നത്. സിമെട്രിക് ആയതുകൊണ്ട് നമുക്കതിനെ രണ്ട് സൈഡിൽ നിന്നും ഏരിയ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. These are some definitions. First one, main station. A survey station is a prominent point on the chain line and can be either at the beginning of the chain line or at the end. Such a station is called the main station. അതായത് ചെയിൻ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ എൻഡിങ് പോയിൻ്റ് അവിടെയുള്ള സ്റ്റേഷനുകളെയാണ് നമ്മൾ മെയിൻ സ്റ്റേഷൻ എന്ന് വിളിക്കുക. ദാറ്റ് മേ ബി either at the beginning or at the end. Beginning or end of the ചെയിൻ ലൈൻ. ആ ചെയിൻ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള സ്റ്റേഷൻ അല്ലെങ്കിൽ എൻഡിങ് പോയിന്റിലുള്ള സ്റ്റേഷൻ അതിനെയാണ് നമ്മൾ മെയിൻ സ്റ്റേഷൻ എന്ന് വിളിക്കുക. ദെൻ സബ്സിഡറി ഓർ ടൈ സ്റ്റേഷൻ. ടൈ സ്റ്റേഷൻസ് ആർ ദ പോയിന്റ്സ് വിച്ച് ആർ സ്പെസിഫൈഡ് എനിവെയർ ഓൺ ദ ചെയിൻ ലൈൻ. അതായത് ദാറ്റ് ക്യാൻ ബി സ്പെസിഫൈഡ് എനിവെയർ ഓൺ ദി ചെയിൻ ലൈൻ ആൻഡ് ടൈ ലൈൻസ് മേ ബി റൺ ത്രൂ ദം. ടൈ ലൈൻസ് അതിലൂടെയാണ് പാസ് ചെയ്ത് പോവുക. ദെൻ ചെയിൻ ലൈൻ. ദ ലൈൻസ് ദാറ്റ് ജോയിൻസ് മെയിൻ സ്റ്റേഷൻസ് ആർ ടേംഡ് ആസ് ചെയിൻ ലൈൻ ഓർ മെയിൻ സർവേ ലൈൻ. അതായത് മെയിൻ സർവേ സ്റ്റേഷനുകൾ കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് മെയിൻ സർവേ ലൈൻ എന്ന് പറയുന്നത്. Then baseline. Biggest of the main survey line is called the baseline. The baseline passes through the center of the field. അതായത് മെയിൻ സർവേ ലൈനുകളിലുള്ള ബിഗ്ഗസ്റ്റ് വണ്ണാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുക. അത് ഫീൽഡിൻ്റെ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്യുക. ദെൻ ടൈ ഓർ സബ്സിഡറി ലൈൻസ്. എ ടൈ ലൈൻ ഈസ് എ ലൈൻ വിച്ച് ജോയിൻ സബ്സിഡറി ഓർ ടൈ സ്റ്റേഷൻസ് ഓൺ ദ മെയിൻ ലൈൻ. അത് ടൈ സ്റ്റേഷനുകൾ കണക്ട് ചെയ്ത് വരുന്ന ലൈനാണ് ടൈ ലൈൻ എന്ന് പറയുന്നത്. ദെൻ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് റണ്ണിങ് ഈ ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയർ ബൈ ഒബ്ജക്റ്റുകളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ചെക്ക് ഓർ പ്രൂഫ് ലൈൻസ്. ചെക്ക് ലൈൻസ് ഓർ പ്രൂഫ് ലൈൻസ് ആർ ദ ലൈൻസ് വിച്ച് ആർ റൺ ഇൻ ദ ഫീൽഡ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ദ വർക്ക്. ദ ലെങ്ത് ഓഫ് ദ ചെക്ക് ലൈൻ മെഷേർഡ് ഇൻ ദ ഫീൽഡ് മസ്റ്റ് അഗ്രി വിത്ത് ഇറ്റ്സ് ലെങ്ത് ഓൺ ദ പ്ലാൻ. അതായത് നമ്മൾ ഫീൽഡിൽ ചെയ്തിരിക്കുന്ന വർക്കുകളുടെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ലൈൻസ് ഓർ പ്രൂഫ് ലൈൻസ് വരക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സം ഡെഫിനീഷൻസ് പറയുന്നത്. സം ഡെഫിനീഷൻസ് ഇൻ ചെയിൻ സർവേ. ചെയിൻ സർവേ പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ്ലി ഇൻസ്പെക്ട് ദ ഏരിയ ടു ബി സർവേഡ് ആൻഡ് പ്രിപ്പയർ എ കീ പ്ലാൻ. ദിസ് സ്റ്റേജ് ഈസ് ടേംഡ് ആസ് റെക്കഗ്നൈസൻസ് ഫേസ്. അതായത് ഫസ്റ്റ് റെക്കഗ്നൈസൻസ് സർവേ കണ്ടക്ട് ചെയ്യാം. ദെൻ മാർക്ക് ദ സ്റ്റേഷൻസ് യൂസിങ് സ്യൂട്ടബിൾ മീൻസ് സച്ച് ആസ് ഫിക്സിംഗ് റേഞ്ചിങ് പോൾസ്, ഡ്രൈവിംഗ് പെഗ്സ് ആൻഡ് ഡിഗിങ് ആൻഡ് ഫിക്സിങ് എ സ്റ്റോൺ എക്സെട്ര. അതായത് നമ്മൾ സ്റ്റേഷൻ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. റേഞ്ചിങ് പോൾസോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പെഗ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റേഷൻ പോയിൻറ്റ്സിനെ മാർക്ക് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് സ്പെസിഫൈ ദ വേ ഫോർ പാസിംഗ് ദ മെയിൻ ലൈൻ വിച്ച് ഷുഡ് ഗോ ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഫീൽഡ്. അതായത് സെൻറ്റർ ഓഫ് ദ ഫീൽഡിലൂടെ കടന്നു പോകുന്ന മെയിൻ ലൈനെ, അതായത് ബേസ് ലൈനെ സ്പെസിഫൈ ചെയ്യാം. ദെൻ ഫിക്സ് റേഞ്ചിങ് റോഡ്സ് ഓൺ സ്റ്റേഷൻസുകളിൽ റേഞ്ചിങ് റോഡുകൾ ഫിക്സ് ചെയ്യുക. ദെൻ ചെയിനിങ് ക്യാൻ ബിഗൺ. മേക്ക് ദ റേഞ്ചിങ് വെറെവർ നെസസറി. റേഞ്ചിങ് ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ ചെയ്യുക. അതുപോലെ മെഷർ ദ ലെങ്സ് ആൻഡ് റെക്കോർഡ് ദം ആണ് ചെയിൻ സർവേ പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് റെക്കഗ്നൈസൻസ് ഫേസ് ആണ്. ദെൻ മെയിൻ സ്റ്റേഷൻസിന് മാർക്ക് ചെയ്യുക. അതുപോലെ മെയിൻ സർവേ ലൈനെ ദാറ്റ് പാസ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദ ഫീൽഡ് അതും സ്പെസിഫൈ ചെയ്യുക. ദെൻ ഫിക്സ് റേഞ്ചിങ് റോഡ് ഓൺ സ്റ്റേഷൻസിലൊക്കെ റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുക. ദെൻ ചെയിനിങ് ക്യാൻ ബി ബിഗൺ. ദെൻ റേഞ്ചിങ് എവിടെയൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അവിടെ റേഞ്ചിങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ലെങ്ത്തുകൾ മെഷർ ചെയ്യുക. ദെൻ റെക്കോർഡ് ദം ആണ് സർവേ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ബേസ് ലൈൻ കാണാം. BD എന്ന് പറയുന്നതാണ് ബേസ് ലൈൻ. അതുപോലെ ടൈ ലൈനുകൾ, ചെക്ക് ലൈനുകൾ അതൊക്കെ കാണാം. മെയിൻ സർവേ ലൈനുകൾ എല്ലാം ഫിഗറിൽ കാണാം. ദെൻ ഫീൽഡ് ബുക്ക്. അതായത് ദ ബുക്ക് ഇൻ വിച്ച് ദ ചെയിൻ ഓർ ടേപ്പ് മെഷർമെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഈസ് കോൾഡ് ദ ഫീൽഡ് ബുക്ക്. നമ്മൾ ഫീൽഡ് എടുക്കുന്ന ആ ഒരു മെഷർമെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ അത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ഫീൽഡ് ബുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 20x12 cm ആണ്. ദ ചെയിൻ ലൈൻ മേ ബി റെപ്രസെൻറ്റഡ് എയ്തർ ബൈ എ സിംഗിൾ ലൈൻ ഓർ ബൈ ഡബിൾ ലൈൻ. ചെയിൻ ലൈനെ നമ്മൾ സിംഗിൾ ലൈനായിട്ട് അല്ലെങ്കിൽ ഡബിൾ ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും ഈ ഒരു ഫീൽഡ് ബുക്കിൽ എന്ന് പറഞ്ഞാൽ. ഡബിൾ ലൈൻ ബുക്ക് ഈസ് കോമൺലി യൂസ്ഡ് ആൻഡ് ഇറ്റ്സ് ഫോർ ഓർഡിനറി വർക്ക്സ്.
The chain line is started from the bottom of the page and works upward. Offsets are entered in order they appear at the chain line. അതായത് നമ്മൾ ബോട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക, അവിടുന്ന് മേലേക്ക് ഇങ്ങനെ റീഡിങ്സുകൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. റെക്കോർഡ് ബുക്ക് ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ 20x12 സെൻറ്റിമീറ്റർ സൈസുള്ള ബുക്കാണ്. അത് നമ്മൾ ഫീൽഡ് മെഷർമെൻറ്റ്സ് എല്ലാം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇത് ഫീൽഡ് ബുക്കിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ സിംഗിൾ ലൈൻ ബുക്കുണ്ട്, ഡബിൾ ലൈൻ്റെ ബുക്കുണ്ട്. അതിൽ ചെയിനേജുകളൊക്കെ മെഷർ ചെയ്യും. അതുപോലെ നിയർ ബൈ ഒബ്ജക്റ്റുകൾ, ആ സ്ക്വയറിൽ കാണിച്ചിട്ടുള്ള ആ നിയർ ബൈ ഒബ്ജക്റ്റുകൾ അതിലേക്കുള്ള ഓഫ്സെറ്റിൻ്റെ ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേഷനും എൻഡിങ് സ്റ്റേഷനും നമ്മൾ ട്രയാങ്കിൾ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഫീൽഡ് ബുക്കിൽ എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് റേഞ്ചിങ്. റേഞ്ചിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഫിക്സിംഗ് ഓർ എസ്റ്റാബ്ലിഷിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ഓൺ ദ സർവേ ലൈൻ. അതായത് സർവേ ലൈനിൽ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റുകളെ ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ യൂസിങ് റേഞ്ചിങ് റൂട്ട്സ് ആൻഡ് റേഞ്ചിങ് പോൾസ്. ഇങ്ങനെ റേഞ്ചിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് റേഞ്ചിങ് റോഡും റേഞ്ചിങ് പോളുകളുമാണ്. 2 മെത്തേഡ്സ് ഫോർ റേഞ്ചിങ് ആർ ഡയറക്റ്റ് റേഞ്ചിങ് ആൻഡ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്. Then first one, direct ranging. When 2 ends of the survey lines are visible, ranging can be done by eye or by some optical instruments like a line ranger. അതായത് ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എൻഡ്സ് ഓഫ് ദ സർവേ ലൈൻസ് ആർ വിസിബിൾ. ആ കേസിലാണ് നമ്മൾ ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യുക. അതായത് സർവേ ലൈനിൻ്റെ എൻഡുകൾ വിസിബിൾ ആണെന്ന കേസിൽ. 2 മെത്തേഡ് ഉണ്ട്, റേഞ്ചിങ് ബൈ ഐ ആൻഡ് റേഞ്ചിങ് ബൈ ലൈൻ റേഞ്ചർ. ഇതാണ് റേഞ്ചിങ് ബൈ ഐ എന്ന് പറയുന്നത്. അതായത് എ ബി എന്നുള്ള പോയിൻറ്റുകൾ വിസിബിൾ ആണ്. അതായത് എ എന്ന് നോക്കിയാൽ ബിയും കാണാം, ബി എന്ന് നോക്കിയാൽ എയും കാണാം. സോ വി ഹാവ് ടു ഫിക്സ് ദ പോയിൻറ്റ് സി ഇൻ ലൈൻ വിത്ത് എ ആൻഡ് ബി. ഇത് എൻ്റെയും ബിൻ്റെയും ഇടയിൽ സി എന്നുള്ളൊരു ലൈൻ നമുക്ക് മാർക്ക് ചെയ്യണം. സോ ദാറ്റ് എ ബി ആൻഡ് സി 3 ആർ ഇൻ സെയിം ലൈൻ. ഇത് എയും ബിയും സിയും സെയിം ലൈനിൽ വരുന്ന രൂപത്തിൽ നമുക്ക് സി എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ് എ ബി എന്നുള്ള ലൈനിൽ ഫിക്സ് ചെയ്യണം. അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ സർവേയർ അറ്റ് എ ഉണ്ടാവും. അത് ഒരു അസിസ്റ്റൻറ്റ് വിത്ത് റേഞ്ചിങ് റോഡ് അവരോട് ഇങ്ങനെ ഏകദേശം ഒരു സി എന്നുള്ള പോയിന്റിൽ നിന്നിട്ട് അവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പറയാം. അതായത് ഈ 3 റേഞ്ചിങ് റോഡും ഇൻ ലൈനിൽ വരുന്നത് വരെ മൂവ് ചെയ്യുക. ഇൻവേർഡോ ഔട്ട്വേർഡൊക്കെ ആയിട്ട് മൂവ് ചെയ്തിട്ട് എ ബി എന്നുള്ള ലൈനിൽ സി വരുന്നത് വരെ കമാൻഡ് ചെയ്തിട്ടിരിക്കുക. അതിനെയാണ് അങ്ങനെ സി എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടും. സോ ദാറ്റ് നമുക്ക് എന്ന് നോക്കുമ്പോൾ 3ഉം ഇൻ ലൈനിലായിട്ട് കാണാൻ കഴിയണം. ആ ഒരു പോയിന്റിലാണ് നമുക്ക് സി എന്നുള്ളത് എ ബി എന്നുള്ള ലൈനിലാണെന്ന് പറയാം. അതാണ് റേഞ്ചിങ് ബൈ ഐ എന്ന് പറയുന്നത്. പിന്നെയുള്ള റേഞ്ചിങ് ബൈ ലൈൻ റേഞ്ചറാണ്. ലൈൻ റേഞ്ചർ എന്ന് പറഞ്ഞൊരു കോമ്പാക്ട് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് നമ്മൾ സി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട്, അതായത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റിൽ ഏകദേശം ഒരു പോയിന്റ് അവിടെ വെച്ചിട്ട് നമ്മൾ അതിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ എ എന്നുള്ള പോയിന്റിലും ബി എന്നുള്ള പോയിന്റിലും റേസുകൾ ഇതിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എ എന്നുള്ള റേയും ബി എന്നുള്ള റേയും കൂടെ ഒരു സിംഗിൾ ലൈനായിട്ട് ഇതിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള പോയിന്റിൽ നമ്മൾ സി എന്നുള്ളത് ഫിക്സ് ചെയ്യുക. അതായത് അപ്പോൾ ആ സി എന്ന് പറയുന്നത് എ ബി എന്നുള്ള ലൈനിലായിരിക്കും എന്നർത്ഥം. അതുപോലെ എ എന്നും ബി എന്നുള്ള റേസ് സിംഗിൾ ലൈനായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മൂവ്. സോ ദാറ്റ് ദ സി ഷുഡ് ബി ഇൻ ദി ലൈൻ വിത്ത് എ ബി. അതായത് എ ബി എന്നുള്ള പോയിന്റിലേക്ക് എ ബി എന്നുള്ള ലൈനിൽ സി എന്നുള്ളത് വരുന്നത് വരെ നമുക്ക് ആ ഒരു ലൈൻ റേഞ്ചർ വെച്ചിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതിലുള്ള റേസ് ഫ്രം എ ആൻഡ് ബി സെയിം ലൈനിൽ വരുന്നത് വരെ മൂവ് ചെയ്യുക. സെയിം ലൈനിൽ വന്നു കഴിഞ്ഞാൽ സി എന്നുള്ള പോയിന്റ് എ ബി എന്നുള്ള ലൈനിലാണെന്ന് പറയാം. ഇതാണ് ലൈൻ റേഞ്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. എ ബി എന്നുള്ള 2 എൻഡ് സ്റ്റേഷൻസ് ഉണ്ടാവും. സെൻറ്ററിൽ നമുക്കൊരു സി എന്നുള്ളൊരു പോയിന്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലൈൻ റേഞ്ചർ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ലേ, ഇതിൽ ഈ ഒരു ഫിഗറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എ എന്നുള്ളതും ബി എന്നുള്ളതും റേസുകൾ തമ്മിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടൊരു ലൈനിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്കത് കറക്റ്റ് സി എന്നുള്ള പോയിന്റ് എ ബി എന്നുള്ള ലൈനിലായി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കുക, അപ്പോൾ രണ്ടും എ എന്നുള്ള റേസും ബി എന്നുള്ള റേസും സിംഗിൾ ലൈനായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റ് എന്ന് പറയുന്നത്, ആ സി എന്ന് പറയുന്നത് ഇൻ ലൈൻ വിത്ത് എ ബി ആയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ലൈൻ റേഞ്ചർ വെച്ചിട്ട് റേഞ്ചിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്.
or reciprocal ranging. When the survey stations are not visible either due to long distances or by high intervening grounds. എൻഡ് സ്റ്റേഷൻസ്, അതായത് സർവേ സ്റ്റേഷൻസ് നോട്ട് വിസിബിൾ ആയ കേസിലാണ് നമ്മൾ റെസിപ്രോക്കൽ റേഞ്ചിങ് കണ്ടക്ട് ചെയ്യുന്നത്. നോട്ട് വിസിബിൾ എയ്തർ ഡ്യൂ ടു ലോങ് ഡിസ്റ്റൻസസ് ഓർ ബൈ ഹൈ ഇൻ്റർവെനിങ് ഗ്രൗണ്ട്സ്. ഇവിടെ എ ബി എന്ന് പറയുന്നതാണ് സർവേ സ്റ്റേഷൻസ്, തമ്മിൽ വിസിബിൾ അല്ല. സോ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് എം എന്നുള്ള 2 സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യണം. അത് നമ്മൾ റെസിപ്രോക്കൽ റേഞ്ചിങ് ആണ് കണ്ടക്ട് ചെയ്യുക. സോ അതിൻ്റെ പ്രൊസീജിയറാണ് താഴത്തെ ഫിഗറിലുള്ളത്, പ്ലാൻ വ്യൂയിലുള്ളത്. അതായത് നമ്മൾ M1 N1 എന്നുള്ള 2 പോയിൻറ്റുകൾ ഏകദേശം എ ബി എന്നുള്ള ചെയിൻ ലൈന് അല്ലെങ്കിൽ സർവേ ലൈനിന് അടുത്തായിട്ട് M1 N1 എന്നുള്ള 2 പോയിൻറ്റുകൾ ചൂസ് ചെയ്യാം. അതായത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ M1 എന്നുള്ള പോയിന്റിൽ നിന്നാൽ N1ഉം ബിയും വിസിബിൾ ആയിരിക്കണം. അതുപോലെ N1ൽ നിന്ന് കഴിഞ്ഞാൽ M1ഉം എയും വിസിബിൾ ആയിരിക്കണം. അങ്ങനെ M1 N1 എന്നുള്ള 2 പോയിൻറ്റുകൾ ചൂസ് ചെയ്തിട്ട് അവിടെ 2 പേഴ്സൺസ് വിത്ത് റേഞ്ചിങ് റോഡുമായിട്ട് നിൽക്കുക. ദെൻ ഫസ്റ്റ് N1 എന്നുള്ള പോയിന്റിലുള്ള ആൾ M1 എന്നുള്ള പോയിന്റിലുള്ള ആളിനോട് ഫോർവേഡായിട്ട്, അതായത് എ ബി എന്നുള്ള ലൈനിന് അടുത്തേക്ക് മൂവ് ചെയ്യാൻ പറയാം. അതായത് ന്യൂ പൊസിഷൻ M2 എന്നുള്ളത് കിട്ടുന്നത് വരെ മൂവ് ചെയ്യുക. അതായത് M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഇൻ ലൈൻ വിത്ത് AN1. AN1 എന്നുള്ള ലൈനിൽ M2 എന്നുള്ളൊരു പോയിൻ്റ് കിട്ടണം. അതുവരെ മൂവ് ചെയ്യാൻ പറയാം. സോ ദാറ്റ് M2 ആൻഡ് N1 ആർ ഇൻ സെയിം ലൈൻ. സോ നെക്സ്റ്റ് M2 എന്നുള്ള പോയിന്റിലുള്ള അതായത് M1 നിന്ന് നമുക്ക് M2ലേക്ക് എത്തിയപ്പോൾ M2 എന്നുള്ള പോയിന്റ് എ ബിൻ്റെ ഏകദേശം കുറച്ചും കൂടി അടുത്തേക്ക് എത്തി, M1നേക്കാളും അടുത്തേക്ക് എത്തി. അങ്ങനെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ M2ലുള്ള ആൾ N1ലുള്ള ആളിനോട് എ ബി എന്നുള്ള ലൈനിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ പറയാം. സോ ദാറ്റ് N2 എന്നുള്ളൊരു പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്യും. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഇൻ ലൈൻ വിത്ത് M2 ആൻഡ് ബി. അങ്ങനെ ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ N1നേക്കാളും അടുത്ത് N2 എന്ന് കിട്ടി, അതുപോലെ M1നേക്കാളും അടുത്ത് M2 എന്ന് കിട്ടി. അങ്ങനെ നെക്സ്റ്റ് M3 M4 അങ്ങനെ കിട്ടിയ അവസാനം നമ്മൾ M എന്നുള്ള സ്റ്റേഷൻ പോയിന്റുകൾ കിട്ടും. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എമ്മിൽ നിന്ന് കഴിഞ്ഞാൽ Nഉം ബിയും വിസിബിൾ ആയിരിക്കും. അതുപോലെ Nൽ നിന്ന് കഴിഞ്ഞാൽ എയും എമ്മും വിസിബിൾ ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് റേഞ്ചിങ് സ്റ്റോപ്പ് ചെയ്യാം. സോ ദാറ്റ് എ എം എൻ ആൻഡ് ബി ആർ ഇൻ സെയിം ലൈൻ. അങ്ങനെയാണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓഫ്സെറ്റ്സ് ഇൻ ചെയിൻ സർവേ. ലാറ്ററൽ മെഷർമെൻറ്റ്സ് ഫ്രം ദ ബേസ് ലൈൻ ആർ ടേംഡ് ആസ് ഓഫ്സെറ്റ്സ്. ബേസ് ലൈനിൽ നമ്മൾ വരയ്ക്കുന്ന ലാറ്ററൽ മെഷർമെൻറ്റുകളെയാണ് ഓഫ്സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ടു ഫിക്സ് ദ ലൊക്കേഷൻസ് ഓഫ് വേരിയസ് ഒബ്ജക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് ലൈൻ. ബേസ് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫീൽഡിലുള്ള വേരിയസ് ഒബ്ജക്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ്സെറ്റുകൾ യൂസ് ചെയ്യുന്നത്. ഓഫ്സെറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ്. റൈറ്റ് ആംഗിൾസിലാണ് നമ്മൾ സാധാരണയായിട്ട് ഓഫ്സെറ്റുകൾ സെറ്റ് ചെയ്യുന്നത്. ദർ ആർ 2 മേജർ ടൈപ്സ് ഓഫ് ഓഫ്സെറ്റ്സ്: പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് ആൻഡ് ഒബ്ലീക്ക് ഓഫ്സെറ്റ്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഓഫ്സെറ്റുകളെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഒബ്ലീക്ക് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ അല്ലാതെ, അതായത് 90 ഡിഗ്രിയിൽ അല്ലാതെ വേറെയുള്ള ആംഗിളുകളിലൊക്കെ നമ്മൾ ഓഫ്സെറ്റുകൾ സെറ്റ് ചെയ്യുന്നതിനാണ് ഒബ്ലീക്ക് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ setting offsets. First one, open cross staff. Second one, French cross staff. Third one, adjustable cross staff. Then fourth one, optical square. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ക്രോസ് സ്റ്റാഫുകളാണ്. ഫസ്റ്റ് ഫിഗർ എയിലുള്ളത് ഓപ്പൺ ക്രോസ് സ്റ്റാഫാണ്. അത് നമ്മൾ 90 ഡിഗ്രി സെറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഫിഗറിലുള്ളതാണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. അതൊരു ഹോളോ ഒക്ടഗണൽ ബോക്സാണ്. അത് നമ്മൾ 45 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രിയൊക്കെ സെറ്റ് ഔട്ട് ചെയ്യാനാണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എനി ആംഗിളുകൾ ഓഫ്സെറ്റുകൾ സെറ്റ് ചെയ്യാം. ഇത് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓഫ്സെറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് 3 ടൈപ്സ്, അതായത് ഓപ്പൺ ക്രോസ് സ്റ്റാഫ്, ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്, അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ഒബ്ലീക്ക് ഓഫ്സെറ്റുമാണ്. എ ബി എന്ന് പറയുന്നതാണ് സർവേ ലൈന്. അതിൽ പി എന്നുള്ള പോയിന്റിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിലേക്കുള്ള ലാറ്ററൽ മെഷർമെൻറ്റുകളാണ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റായിട്ടും ഒബ്ലീക്ക് ഓഫ്സെറ്റായിട്ടും കാണിച്ചിട്ടുള്ളത്. അതായത് 90 ഡിഗ്രിയിൽ
നമ്മൾ വരച്ചിട്ടുള്ള ഓഫ്സെറ്റ്, അതായത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്. അതുപോലെ ക്യൂ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയിലല്ലാതെ, അതായത് 90 അല്ലാതെ വേറൊരു ആംഗിളിൽ കൊടുത്തിട്ടുള്ള ഓഫ്സെറ്റാണ് ക്യൂ പി എന്നുള്ളത്. അതാണ് ഒബ്ലിക്ക് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. P1 P എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റാണ്. എ ബി എന്നുള്ള ലൈനിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലർ ഓഫ്സെറ്റാണ് P1 P എന്ന് പറയുന്നത്. ഇത് രണ്ടാണ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ഒബ്ലിക്ക് ഓഫ്സെറ്റും എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഒപ്റ്റിക്കൽ സ്ക്വയർ. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയുന്നത് മോർ കൺവീനിയൻറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെൻറ്റ് ടു സെറ്റ് ഔട്ട് റൈറ്റ് ആംഗിൾസ് ദാൻ ക്രോസ് സ്റ്റാഫ്സ്. ക്രോസ് സ്റ്റാഫ്സിനേക്കാളും മോർ കൺവീനിയൻറ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഫോർ സെറ്റിംഗ് ഔട്ട് റൈറ്റ് ആംഗിൾസ്. അതിൽ മെയിനായിട്ട് 2 പാർട്ടുകളാണുള്ളത്. ഒന്ന് ഒരു ഇൻഡെക്സ് മിററും ദെൻ ഒരു ഹൊറൈസൺ മിററും. ദെൻ ഇൻഡെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഫുള്ളി സിൽവേർഡാണ്. ഹൊറൈസൺ മിറർ എന്ന് പറഞ്ഞാൽ ഹാഫ് സിൽവേർഡാണ്. ദെൻ PO എന്നുള്ള ലൈന് നമുക്ക് AB എന്നുള്ള ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് കിട്ടണം. അങ്ങനെ O എന്നുള്ള പോയിൻ്റിൽ ഒരു ഫ്ലാഗും B എന്നുള്ള പോയിൻ്റിൽ ഒരു ഫ്ലാഗും നമുക്ക് കാണാം. അത് രണ്ടിൽ നിന്നുള്ള റേകൾ പെർപെൻഡിക്കുലറായിട്ട് P എന്നുള്ളൊരു പോയിന്റിൽ മീറ്റ് ചെയ്യണം. അതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഫസ്റ്റ് റേസ് ഫ്രം O എന്ന് പറയുന്നത് Pയിലൂടെ പാസ് ചെയ്തിട്ട് ഇൻഡെക്സ് മിററിൽ തട്ടിയത് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഹൊറൈസൺ മിററിലേക്ക് വരും. അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് A എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. ദെൻ ഹൊറൈസൺ മിററിലൂടെ B എന്നുള്ള പോയിന്റിൽ നിന്നുള്ള റേസ് പാസ് ചെയ്തിട്ട് A എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്തിട്ട് അത് നമുക്ക് ഐയിലൂടെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഈ 2 റേകളും കൂടി കോയിൻസൈഡ് ചെയ്യുന്നൊരു പോയിന്റ് വരും. ആ പോയിന്റിൽ നമുക്ക് PO എന്നുള്ള ലൈനും PB എന്നുള്ള ലൈനും പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ സ്ക്വയർ യൂസ് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ സെറ്റ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷൻ ആണ്.